ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് CMOS ട്രാൻസിസ്റ്ററിനെ പറ്റിയിട്ടാണ്. സോ ദ ടേം CMOS സ്റ്റാൻഡ്സ് ഫോർ കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെമികണ്ടക്ടർ. So this is one of the most popular technology in the computer chip design industry. Also, CMOS technology is broadly used today to form integrated circuits in numerous and varied applications. ഈ ഒരു ഫിഗർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ. ദ CMOS ടെക്നോളജി മേക്ക് യൂസ് ഓഫ് സെമി കണ്ടക്ടർ ഡിവൈസസ് ഓഫ് ബോത്ത് പി ചാനൽ ആൻഡ് എൻ ചാനൽ. പി ചാനൽ ഡിവൈസസും എൻ ചാനൽ ഡിവൈസസും രണ്ടും യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ CMOS ടെക്നോളജി അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ CMOSന്റെ കൺസ്ട്രക്ഷനിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് NMOSനെ പറ്റിയും PMOSന്റെ ബേസിക്സ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് CMOSന്റെ വർക്കിംഗിലേക്ക് കിടക്കാം. NMOSന്റെ സ്ട്രക്ചർ നോക്കുക. NMOS ഇറ്റ് ഈസ് ബിൽഡ് ഓൺ എ P സബ്സ്ട്രേറ്റ് വിത്ത് N ടൈപ്പ് സോഴ്സ് ആൻഡ് ഡ്രെയിൻ ഡിഫ്യൂസ്ഡ് ഓൺ ഇറ്റ്. P ടൈപ്പ് സബ്സ്ട്രേറ്റിൽ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ N ടൈപ്പ് സോഴ്സും N ടൈപ്പ് ഡ്രെയിൻ ഡിഫ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ NMOS ട്രാൻസിസ്റ്ററിന്റെ ഡിസൈൻ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ NMOS ട്രാൻസിസ്റ്ററിന്റെ കേസിൽ മെജോറിറ്റി കാരിയേഴ്സ് എപ്പോഴും എന്തായിരിക്കും? ഇലക്ട്രോൺസ് ആയിരിക്കും. മെജോറിറ്റി കാരിയേഴ്സ് ആർ ഇലക്ട്രോൺസ്. സോ അതുപോലെ തന്നെ അതിന്റെ സിമ്പിൾ ആണിത്. ഒരു NMOS ട്രാൻസിസ്റ്ററിന്റെ സിമ്പിൾ ആണ് ഗേറ്റ്, ഡ്രെയിൻ ആൻഡ് സോഴ്സ്. ഇങ്ങനെ 3 ടെർമിനൽസ് കാണാം. ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് പറയുകയാണെങ്കിൽ when a high voltage applied to the base, ഇതിന്റെ ബേസിലോട്ട് സപ്പോസ് നമ്മളൊരു ഹൈ വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ ആ ട്രാൻസിസ്റ്റർ ഓൺ ആയിരിക്കും. സോ when a high voltage is applied to the gate of the NMOS, it will conduct. അപ്പോൾ ബേസിൽ 1 കൊടുക്കുന്ന സമയത്ത് NMOS ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യും. ഓക്കെ, ബട്ട് when we are giving low voltage to the gate, when we give low voltage to the gate, the NMOS transistor will not conduct. 0 ആണ് കൊടുക്കുന്നത് ബേസ് ഗേറ്റിലെങ്കിൽ ഈ ഒരു ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യുകയില്ല. സോ ദിസ് ഇസ് ദ വെരി ബേസിക്സ് ഓഫ് NMOS ടെക്നോളജി. ഓക്കെ, സോ നമുക്ക് അടുത്തത് PMOSന്റെ ബേസിക്സ് നോക്കാം. PMOS എന്ന് പറയുന്നത് എന്താണ്? പി ചാനൽ മോസ്ഫെറ്റ് ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് P ടൈപ്പ് സോഴ്സ് ആൻഡ് ഡ്രെയിൻ ഡിഫ്യൂസ് ഓൺ എ N ടൈപ്പ് സബ്സ്ട്രേറ്റ്. സ്ട്രക്ചർ നോക്കുക. N ടൈപ്പ് സബ്സ്ട്രേറ്റിൽ P ടൈപ്പ് മെറ്റീരിയൽ ഡിഫ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സോഴ്സും ഡ്രെയിനും എടുത്തിരിക്കുന്നത് അല്ലെ. ഈ ഒരു കേസിൽ നമ്മുടെ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് PMOSന്റെ കേസിൽ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസ് ആയിരിക്കും. ഇതിന്റെ സിമ്പിൾ ആണ്. നേരത്തെ കണ്ട NMOSന്റെ സിമ്പിളിനേക്കാൾ ചെറിയൊരു വ്യത്യാസം. ഇവിടെ എന്തുണ്ട്? ഒരു ബബിൾ ഉണ്ട് അല്ലെ. സോ അഗെയിൻ 3 ടെർമിനൽസ് ഗേറ്റ്, സോഴ്സ് ആൻഡ് ഡ്രെയിൻ. PMOSന്റെ സിമ്പിൾ ആണിത്. ഇതിന്റെ വർക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ when we apply a high voltage to the ഗേറ്റിൽ 1 കൊടുക്കുക അല്ലെങ്കിൽ ലോജിക് ഹൈ വന്നു കഴിഞ്ഞാൽ PMOS will not conduct. കാരണം വെച്ചാൽ ഇത് നോട്ടാണ്. സോ ഈ 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വെച്ചത് ഇൻവേർട്ടഡ് ആവും. സോ നമുക്ക് ഇത് 0 ആയിരിക്കും ബേസിക്കലി ട്രാൻസിസ്റ്ററിലേക്ക് പോകുന്നുണ്ടാവുക. സോ ദിസ് ട്രാൻസിസ്റ്റർ വിൽ നോട്ട് കണ്ടക്ട്. പകരം നമുക്കപ്പോൾ ഇതിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് കൊടുക്കേണ്ടി വരും? ഇഫ് യു അപ്ലൈ ലോജിക് 0 അല്ലെ, അല്ലെങ്കിൽ ലോ വോൾട്ടേജ് ഇസ് അപ്ലൈ ടു ദ ഗേറ്റ്, the PMOS will conduct അല്ലെ. ഇവിടെ 0 കൊടുത്താൽ ഇവിടെ അതിനെ 1 ആക്കും. ആ 1 അല്ലെങ്കിൽ ലോജിക് 1 ഹൈ വോൾട്ടേജ് കിട്ടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? PMOS ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യും. സോ ഇതിന്റെ രണ്ടിന്റെയും NMOS ട്രാൻസിസ്റ്ററിന്റെയും PMOS ട്രാൻസിസ്റ്ററിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് എന്ത്? നമ്മുടെ CMOS ടെക്നോളജി എന്ന് പറയുന്നത്. CMOSന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കാം. ഇൻ CMOS ടെക്നോളജി, as we already said, both N-type and P-type transistors are used to design the logic functions. രണ്ടിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് N-type and P-type ട്രാൻസിസ്റ്റേഴ്സിന്റെ ഒരു കോമ്പിനേഷൻ ആണ് CMOS ടെക്നോളജി എന്ന് പറയുന്നത്. The same signal which turns on a transistor of one type is used to turn off a transistor of the other type. നമുക്കറിയാം ഇതിൽ N-typeും P-typeന്റെയും കോമ്പിനേഷൻ ആണ്. അപ്പോൾ N-typeന് ഗേറ്റിലേക്ക് 1 ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് ചെന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് ഓൺ ആവും. അതേസമയം അതേ ലോജിക് 1 P ടൈപ്പിന്റെ ഗേറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ P ടൈപ്പ് ട്രാൻസിസ്റ്റർ ഓഫ് ആവാണ് ചെയ്യുന്നത് അല്ലെ. അതാണ് ഇവിടെ പറയുന്നത്. The same signal which turns on a transistor of one type is used to turn off a transistor of the other type.
And in CMOS logic gates, a collection of N-type MOSFET is arranged in a pull-down network, that is between the output and low voltage power supply rail. That is low voltage അല്ലെങ്കിൽ ഗ്രൗണ്ട് എന്ന് പറയും, BSS എന്ന് പറയും. നമുക്ക് നോക്കാം ഈ പറഞ്ഞത് എന്താണ്. ജസ്റ്റ് ഇവിടെ നോക്കുക. നേരത്തെ പറഞ്ഞു CMOSന്റെ ഡയഗ്രാം ആണിത്. ഇതിൽ എന്തൊക്കെ ഉണ്ടാവും? NMOS ട്രാൻസിസ്റ്റർ ഉണ്ടാവും, PMOS ഉണ്ടാവും. N-type and P-type ട്രാൻസിസ്റ്റേഴ്സിന്റെ കോമ്പിനേഷൻ ആണ് എന്തെന്ന് പറഞ്ഞു? CMOS ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞു. ഇനി ഇവിടെ നോക്കുക. In CMOS logic gates, a collection of N-type MOSFET is arranged in a pull-down network. ഇവിടെ pull-down network കാണാം. Pull-down network is made using CMOS NMOS ടെക്നോളജി ആണ്. സോ ഈ ഒരു CMOS കൺസ്ട്രക്ഷനിൽ there is a collection of N-type MOSFET which is arranged in a pull-down network between the output and the low voltage supply rail VSS. ഇവിടെ നോക്കാം, ഔട്ട്പുട്ടിന്റെയും ഗ്രൗണ്ടിന്റെയും ഇടയ്ക്കായിട്ടാണ് നമ്മളിവിടെ പുൾ ഡൗൺ നെറ്റ്വർക്ക് യൂസിങ് NMOS നമ്മളിവിടെ വെച്ചിരിക്കുന്നത്, ഡിസൈനിലുള്ളത്. അതുപോലെ തന്നെ ഇൻസ്റ്റെഡ് ഓഫ് ലോഡ് റെസിസ്റ്റർ ഓഫ് NMOS ലോജിക് ഗേറ്റ്സ്, CMOS ലോജിക് ഗേറ്റ്സ് ഹാവ് എ കളക്ഷൻ ഓഫ് P-type MOSFETs in a pull-up network between the output and the higher voltage rail, often named VDD. അപ്പോൾ ഹയർ വോൾട്ടേജ് കൊടുക്കുന്ന സ്ഥലമാണ് VDD. ഔട്ട്പുട്ടിനും VDDക്കും മധ്യത്തിലായിട്ട് നടുക്കായിട്ടാണ് നമ്മൾ ഇവിടെ എന്ത് വെച്ചിരിക്കുന്നത്? PMOS ട്രാൻസിസ്റ്റർ വെച്ചിരിക്കുന്നത്. ഹിയർ ദ PMOS ട്രാൻസിസ്റ്റർ ആക്ട്സ് ലൈക്ക് എ പുൾ-അപ്പ് നെറ്റ്വർക്ക്. സോ ഇതാണ് CMOS ടെക്നോളജിയുടെ ബേസിക് ഒരു ഡയഗ്രാം എന്ന് പറയുന്നത്. NMOSന്റെയും PMOSന്റെയും ഒരു കോമ്പിനേഷൻ ആണ് എന്ത്? CMOS ടെക്നോളജി എന്ന് പറയുന്നത്, അല്ലെ? ഇതില് PMOS ഒരു പുൾ-അപ്പ് നെറ്റ്വർക്ക് ആയിട്ടും NMOS ഒരു പുൾ ഡൗൺ നെറ്റ്വർക്കുമായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദ ബേസിക്സ് ഓഫ് CMOS എന്ന് പറയുന്നത്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? CMOS ടെക്നോളജി ബോത്ത് N-type ആൻഡ് P-type ട്രാൻസിസ്റ്റേഴ്സ് വെച്ചിട്ടാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. 2 ടൈപ്പ് ട്രാൻസിസ്റ്റേഴ്സ് ഉള്ളതുകൊണ്ടും ഒരു ട്രാൻസിസ്റ്റർ ഓൺ ആവുന്ന സമയത്ത് മറ്റൊരു ട്രാൻസിസ്റ്റർ ഓഫ് ആവും, അത് കണ്ടീഷൻ പറഞ്ഞു. അതുപോലെ തന്നെ എവിടെയാണ് നമ്മൾ NMOSനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്, എവിടെയാണ് PMOSനെ പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. ഏതാണ് പുള്ളപ്പ്, ഏതാണ് പുൾ ഡൗൺ? എങ്ങനെയാണ്? PMOS is placed between output and VDD and NMOS is placed between VSS or ground or output. അല്ലെ? ഇതില് NMOS is acting as a pull down network and PMOS is acting as a pull up network. നമ്മുടെ ഈ ഒരു CMOSന് ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. സോ CMOSന്റെ ഫസ്റ്റ് അപ്ലിക്കേഷൻ നമുക്ക് നോക്കാം. CMOS as an ഇൻവെർട്ടർ. CMOS നോക്കാം, ഇതാണ് ഒരു ഇൻവെർട്ടർ കണക്ഷൻ. നമുക്കറിയാം CMOS as an ഇൻവെർട്ടർ. അപ്പൊ നമുക്ക് CMOSൽ എന്തൊക്കെ ഉണ്ടാവും? ഒരു NMOS ഉണ്ടാവും, അതുപോലെ തന്നെ എന്തുണ്ട്? ഇവിടെ ഒരു PMOS ഉണ്ട്. ഈ രീതിയിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. രണ്ടിന്റെയും ഗേറ്റ് കണക്ട് ചെയ്തിട്ട് നമ്മളൊരു ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്. ഇവിടുന്ന് നമ്മൾ ഇവിടെ നിന്നാണ് നമ്മുടെ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഔട്ട്പുട്ടിന് ഞാൻ Y എന്ന് കൊടുക്കുന്നു. സപ്പോസ് ഞാൻ ഇൻപുട്ടിന് ഞാൻ A എന്ന് കൊടുക്കുന്നു. ഹൈ വോൾട്ടേജ് VDD, താഴെ ഈ ട്രാൻസിസ്റ്ററിന്റെ രണ്ട് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്, BSSലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇതിന്റെ വർക്കിംഗ് എങ്ങനെയായിരിക്കും? ഇൻവെർട്ടർ എന്നുള്ള പേര് കൊണ്ട് തന്നെ അറിയാം, അല്ലെ? എന്ന് വെച്ചാൽ 0 കൊടുത്തു കഴിഞ്ഞാൽ 1 ആയി കിട്ടണം, 1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടണം? 0 കിട്ടണം. നമുക്കൊന്ന് അനലൈസ് ചെയ്യാം എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന്. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിന്റെ ഇൻപുട്ടിൽ എന്ത് കൊടുക്കാം? 0 കൊടുത്ത് നോക്കാം. അപ്പൊ ഞാൻ ജസ്റ്റ് A അല്ലെങ്കിൽ B ഇവിടെ ഞാൻ എന്ത് കൊടുക്കാണ്? 0 കൊടുക്കാണ്. ഈ 0 ആണ് രണ്ട് NMOSന്റെയും PMOSന്റെയും എവിടേക്ക് വരുന്നത്? നമ്മുടെ ഗേറ്റിലേക്ക് വരുന്നത്. അപ്പോൾ NMOSന്റെ ഗേറ്റിൽ 0 വന്നു കഴിഞ്ഞാൽ NMOS കണ്ടക്ട് ചെയ്യില്ല, അല്ലെ? ഇതിന്റെ ബേസിൽ 0 വന്നു കഴിഞ്ഞാൽ, ഗേറ്റിൽ 0 വന്നാൽ NMOS കണ്ടക്ട് ചെയ്യില്ല, ഓപ്പൺ സ്വിച്ചിന്റെ പോലെ ഇരിക്കും. ബട്ട് ഇതിന്റെ ബേസിൽ, PMOSന്റെ ബേസിലേക്കാണ് 0 വരുന്നതെങ്കിൽ ഇത് നോട്ട് ചെയ്ത് 1 ആയിരിക്കും PMOS ട്രാൻസിസ്റ്ററിന് പോകുന്നത്. അതുകൊണ്ട് തന്നെ PMOS ട്രാൻസിസ്റ്റർ എന്ത് ചെയ്യും? കണ്ടക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള ഹൈ വോൾട്ടേജ് നമുക്ക് എവിടെ കിട്ടും? ഔട്ട്പുട്ടിൽ കിട്ടും. ഹൈ വോൾട്ടേജിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? VDD അല്ലെങ്കിൽ ലോജിക് 1 ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. നമ്മൾ പറഞ്ഞില്ല പോലെ തന്നെ CMOS ഇൻവെർട്ടർ ആയിട്ട് കറക്റ്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെ? വെച്ചാൽ 0 കൊടുത്തു, നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് കിട്ടി? 1 കിട്ടി. നെക്സ്റ്റ് കേസ് നമുക്ക് നോക്കാം. അടുത്തത് നമുക്കിനി ഇൻപുട്ടില്
നേരത്തെ 0 അല്ലേ കൊടുത്തത്, ഇനി 1 കൊടുത്ത് നോക്കാം. ഇപ്പൊ രണ്ട് ട്രാൻസിസ്റ്ററിന്റെയും എൻമോസിന്റെയും പിമോസിന്റെയും ബേസിലേക്ക് അല്ലെങ്കിൽ ഗേറ്റിലേക്ക് എന്ത് പോയി, ലോജിക് 1 പോയി. സോ 1 പോയി കഴിഞ്ഞാൽ എൻമോസ് എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യും അല്ലെ, ക്ലോസ്ഡ് സ്വിച്ചിനെ പോലെ ആക്ട് ചെയ്യും. ബട്ട് ഇതിന്റെ ബേസിൽ 1 വന്നു കഴിഞ്ഞാൽ പിമോസ് റിമെയിൻസ് ഓഫ് അല്ലെ, പിമോസ് ഓഫ് ആയിട്ടിരിക്കും, എൻമോസ് ഓൺ ആയിരിക്കും. ഈ ഒരു കണ്ടീഷനിൽ ഓഫ് ആണെങ്കിൽ VDDക്ക് വരാൻ ഒരു പാത്ത് ഇവിടെ ഇല്ല. പകരം ഗ്രൗണ്ടിലുള്ള ഈ ഗ്രൗണ്ടിന്റെ ആ ഒരു 0 പൊട്ടൻഷ്യൽ ആയിരിക്കും നമുക്ക് എവിടെ കിട്ടുന്നുണ്ടാവുക, ഔട്ട്പുട്ടിൽ കിട്ടുന്നുണ്ടാവുക. കാരണം ഇവിടെ എൻമോസ് ഒരു ക്ലോസ്ഡ് സ്വിച്ചിന്റെ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ടിലത്തെ ആ 0 പൊട്ടൻഷ്യൽ ആയിരിക്കും നമുക്ക് ഇവിടെ ഔട്ട്പുട്ടിൽ കിട്ടുന്നുണ്ടായിരിക്കുക. സോ ഇവിടെ നമ്മൾക്ക് കണ്ടീഷൻ എഗെയിൻ നോക്കി, 1 കൊടുത്തു ബേസിലേക്ക്, ഇൻപുട്ടായിട്ട് 1 കൊടുത്തു, ഔട്ട്പുട്ടായിട്ട് നമുക്ക് 0 കിട്ടി. അപ്പം നമുക്ക് രണ്ട് കേസിലും നമ്മുടെ ഈ ഒരു രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ട് ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സിമോസ് ഒരു ഇൻവെർട്ടർ ആയിട്ട് ആക്ട് ചെയ്യുമെന്ന് മനസ്സിലായി. ഓക്കെ, അടുത്ത കേസ് നോക്കാം. അടുത്ത അപ്ലിക്കേഷൻ ഓഫ് സിമോസ് എന്ന് പറയുന്നത് സിമോസിന്റെ ഇൻവെർട്ടർ, നേരത്തെ പറഞ്ഞ ഇത് തന്നെ സിമോസ് ഇൻവെർട്ടറിന്റെ ഡയഗ്രാം. അതുപോലെ തന്നെ 0 കൊടുക്കുമ്പോൾ ലോജിക് ഇൻപുട്ട് 0 കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് VDD അല്ലെങ്കിൽ 1 കിട്ടും. 1 കൊടുക്കുമ്പോൾ അതിന് എന്ത് കിട്ടും, ഔട്ട്പുട്ട് 0 കിട്ടും. ദിസ് ഇസ് ജസ്റ്റ് ദ ട്രൂത്ത് ടേബിൾ ഓഫ് സിമോസ് ഇൻവെർട്ടർ കേട്ടോ. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സിമോസിന്റെ നാൻഡ് ഗേറ്റ് ആണ്. നാൻഡ് ഗേറ്റിന്റെ ഓപ്പറേഷൻ നമുക്ക് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ നാൻഡ് ഗേറ്റ് എന്തായിരിക്കും, നമ്മൾ ഡിജിറ്റലിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. ട്രൂത്ത് ടേബിൾ ഓഫ് നാൻഡ് ഗേറ്റ് എങ്ങനെയാണ്, ട്രൂത്ത് ടേബിൾ ഓഫ് നാൻഡ് ഗേറ്റ് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിക്കുന്നുണ്ട്. ട്രൂത്ത് ടേബിൾ ഓഫ് നാൻഡ് ഗേറ്റ്. ഓക്കെ, 0 0 കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 1 വരും. 0 1 കൊടുത്തു കഴിഞ്ഞാൽ 1 വരും. 1 0 കൊടുത്തു കഴിഞ്ഞാൽ 1 വരും. 1 1 കൊടുത്തു കഴിഞ്ഞാൽ 0 വരും. സോ ദിസ് ഈസ് ദ ബേസിക് ട്രൂത്ത് ടേബിൾ ഓഫ് ദ നാൻഡ് ഗേറ്റ്. അപ്പൊ നമുക്ക് ഈ രീതിയിൽ സിമോസ് വർക്ക് ചെയ്യുന്നതാണ് നമുക്ക് നോക്കേണ്ടത്. ഇപ്പൊ സിമോസ് നാൻഡ് ഗേറ്റിന്റെ ഫസ്റ്റ് കണ്ടീഷൻ നമുക്ക് നോക്കാം. എയിലും ബിയിലും നമുക്ക് രണ്ട് ഇൻപുട്ട് ഇവിടെ 4 ബേസിക് ഗേറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ, നാൻഡ് ഗേറ്റിനെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ AB എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻപുട്സ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ എയിലും ബിയിലും കറസ്പോണ്ടിങ് ആദ്യം തന്നെ നമ്മൾ 0 0 കൊടുത്ത് നോക്കുകയാണ്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. 0 0 കൊടുക്കുന്ന കണ്ടീഷനിൽ എയില് 0, ബിയിലും 0. നോക്കൂ, എയില് ഇവിടെ ബേസിൽ പിമോസ് ആണ് ഇത്. ഈ പിമോസിന്റെ ട്രാൻസിസ്റ്ററിന്റെ ബേസിൽ 0 വന്നു കഴിഞ്ഞാൽ ദിസ് വിൽ ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. അതുപോലെ തന്നെ ഇതും പിമോസ് ആണ്, അതുകൊണ്ട് 0 വന്നു കഴിഞ്ഞാൽ ഇറ്റ് ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. പക്ഷെ ഈ രണ്ട് ട്രാൻസിസ്റ്റേഴ്സും എൻമോസ് ആണ്. എൻമോസിന്റെ ഗേറ്റിലേക്ക് 0 വന്നു കഴിഞ്ഞാൽ ഇറ്റ് ആക്ട് ആസ് ആൻ ഓപ്പൺ സ്വിച്ച്. എന്ന് വെച്ചാൽ ഇത് ഓപ്പൺ അല്ല, ഇത് ഓപ്പൺ സ്വിച്ച് ആണ്. അല്ലെങ്കിൽ ഇതിൽ കൂടെ ഗ്രൗണ്ടിന്റെ പൊട്ടൻഷ്യൽ ഔട്ട്പുട്ടിലേക്ക് എത്തുന്നില്ല. പകരം ഈ രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് ഓൺ ആണ്. അപ്പോൾ ഈ മുകളിലുള്ള ഹൈ വോൾട്ടേജ് VCC രണ്ട് പാത്ത് വഴിയും എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഔട്ട്പുട്ടിലോട്ട് വരുന്നുണ്ട് അല്ലെ. ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ഔട്ട്പുട്ട് നമുക്ക് എല്ലാ വഴി കൂടിയും ലോജിക് 1 ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടാവുക. ലോജിക് 1 എന്ന് വെച്ചാൽ 0 0 കൊടുത്തപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത് 1 ആണ്. ട്രൂത്ത് ടേബിളിന്റെ കണ്ടീഷൻ നോക്കുക. 0 0 കൊടുത്തപ്പോൾ നമ്മുടെ പുൾ ഡൗൺ നെറ്റ്വർക്ക് ഓഫും പുൾ അപ്പ് നെറ്റ്വർക്ക് ഓണും ആയിരുന്നു. ഔട്ട്പുട്ട് 1 ആയി. ഇതാണ് നമ്മുടെ എൻമോസിന്റെ പാർട്ട്. എൻമോസ് എന്തായിട്ട് ആക്ട് ചെയ്തിരുന്നു, പുൾ ഡൗൺ നെറ്റ്വർക്ക് ആയിരുന്നു. പിമോസ് ആയിരുന്നു പുൾ അപ്പ് നെറ്റ്വർക്ക്സ് ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. 0 0 കൊടുത്ത സമയത്ത് പുൾ അപ്പ് നെറ്റ്വർക്ക് ഓണും അതുപോലെ തന്നെ 0 0 ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് എൻമോസ് എന്തായിരുന്നു, ഓഫുമായിരുന്നു. അല്ലെങ്കിൽ പുൾ ഡൗൺ നെറ്റ്വർക്ക് ഓഫും ആയിരുന്നു. ആ ഒരു കണ്ടീഷനിൽ നമുക്ക് ഔട്ട്പുട്ട് എന്താണ് കിട്ടുന്നത്, ലോജിക് 1 ആണ് കിട്ടുന്നത്. അടുത്ത കണ്ടീഷൻ നമുക്ക് ഇൻപുട്ട് എ ഇൻപുട്ട് ബിയില് 0 1 കൊടുത്ത് നോക്കാം അല്ലെ. അപ്പോൾ 0 1 കൊടുക്കുമ്പോൾ എങ്ങനെയാണ്, എയില് 0, എ ഇൻപുട്ടിൽ രണ്ടിലും 0 കൊടുത്തു, ബി ഇൻപുട്ടിൽ രണ്ടിലും 1 കൊടുത്തു. അപ്പോൾ ഇവിടെ 0 കൊടുക്കുന്ന സമയത്ത് ദിസ് 1 ഈ പിമോസ് ഓൺ ആവും. പക്ഷെ ഇവിടെ 1 ആയതുകൊണ്ട് ഇത് ഓഫ് ആയിരിക്കും. അതുപോലെ ഫസ്റ്റത്തെ ഈ പുൾ ഡൗൺ നെറ്റ്വർക്കിലെ ഫസ്റ്റ് ട്രാൻസിസ്റ്റർ ബേസിൽ 0 വരുന്നതുകൊണ്ട് ദിസ് ഇസ് ഓഫ് ആൻഡ് ഇതിലേക്ക് 1 വരുന്നതുകൊണ്ട് എന്തായിരിക്കും, ദിസ് ഇസ് ഓൺ. ഇവിടെ നോക്കുക, ഇവിടുന്ന് ഗ്രൗണ്ട് പൊട്ടൻഷ്യലിന് ഇവിടെ ഓപ്പൺ ആയതുകൊണ്ട് ഇവിടേക്ക് എന്തായാലും എത്തുന്നില്ല.
സോ ഈ ഗ്രൗണ്ട് പൊട്ടൻഷ്യൽ എന്തായാലും ഔട്ട്പുട്ട് നമുക്ക് കിട്ടില്ല. പകരം ഇവിടെ ക്ലോസ്ഡ് ആണ്, ഓപ്പൺ സ്വിച്ചിനെ പോലെയാണ് ആക്ട് ചെയ്യുന്നത്, ഇത് കണ്ടക്ട് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഇവിടെ നിന്ന് വി സി സിക്ക് ഹൈ വോൾട്ടേജിന് ഔട്ട്പുട്ടിലേക്ക് വരാൻ ഒരു പാത്ത് ഉണ്ട്. കാരണം ഇവിടെ ഈ ഒരു ട്രാൻസിസ്റ്റർ പുൾ അപ്പ് നെറ്റ്വർക്കിലെ വൺ ഓഫ് ദ ട്രാൻസിസ്റ്റർ ഓൺ ആണ്. ആ ഒരു പാത്തിൽ കൂടെ നമ്മുടെ ലോജിക് ഹൈക്ക് എവിടേക്ക് വരാൻ പറ്റും, ഔട്ട്പുട്ടിലേക്ക് വരാൻ പറ്റും. നമുക്ക് ഔട്ട്പുട്ടിൽ ഇവിടെ എന്ത് കിട്ടും, ലോജിക് ഹൈ വോൾട്ടേജ് ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പൊ നമുക്ക് എന്ത് കൊടുത്തു, 0 1 കൊടുത്ത സമയത്ത് നമുക്ക് ഔട്ട്പുട്ടിൽ എന്താണ് വന്നത്, 1 ആണ് വന്നത്. നമുക്കിനി അടുത്ത കണ്ടീഷൻ നോക്കാം. അപ്പൊ നമ്മൾ 0 0 0 1 കണ്ടീഷൻ കണ്ടു. ഇനി 1 0 കൊടുത്താൽ എന്ത് സംഭവിക്കും? എ ഇൻപുട്സിനൊക്കെ 1ഉം ബി ഇൻപുട്സിനൊക്കെ ഞാൻ 0ഉം കൊടുക്കുകയാണ്. എ ഇൻപുട്ട് ഇവിടെ 1, ഇവിടെയും 1, ബിയില് 0. സോ 0 0 നോക്കി നോക്കാം. ഈ പുൾ ഡൗൺ നെറ്റ്വർക്ക് ആദ്യം നോക്കുകയാണെങ്കിൽ ഇത് സെക്കൻഡ് ബി ഇൻപുട്ട് 0 ആയതുകൊണ്ട് തന്നെ ഈ ഒരു ട്രാൻസിസ്റ്റർ ഓഫ് കണ്ടീഷനിലായിരിക്കും. ഫസ്റ്റത്തെ ട്രാൻസിസ്റ്റർ മാത്രം ബേസ്ഡ് ഗേറ്റിൽ 1 വന്നതുകൊണ്ട് ദിസ് വിൽ ബി ഇൻ ഓൺ സ്റ്റേറ്റ്. ബട്ട് ഇവിടുന്ന് ഓപ്പൺ സ്വിച്ച് പോലെ ആക്ട് ചെയ്യുന്നുണ്ട്, ഈ ഒരു ട്രാൻസിസ്റ്റർ ഓപ്പൺ സ്വിച്ചിനെ പോലെ ആക്ട് ചെയ്യുന്നുണ്ട്, ഗ്രൗണ്ട് പൊട്ടൻഷ്യൽ എന്തായാലും ഔട്ട്പുട്ടിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. പുള്ളപ്പ് നെറ്റ്വർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ പിമോസിലെ ഫസ്റ്റ് ട്രാൻസിസ്റ്ററിന്, ഈ പുള്ളപ്പ് നെറ്റ്വർക്കിൽ 2 പിമോസ് ട്രാൻസിസ്റ്റർ ഉണ്ട് അല്ലെ, ഈ ഒരു ട്രാൻസിസ്റ്ററിന് ലോജിക് ഗേറ്റിലേക്ക് ലോജിക് 1 ചെല്ലുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, പിമോസ് ട്രാൻസിസ്റ്റർ. ബട്ട് രണ്ടാമത്തെ പിമോസ് ട്രാൻസിസ്റ്ററിന്റെ ഗേറ്റിലേക്ക് 0 ആയതുകൊണ്ട് ഇത് കണ്ടക്ട് ചെയ്യുന്നില്ല. സോ വി സി സിക്ക് ഈ ഒരു മാർഗം എന്നിട്ട് സെക്കൻഡ് പിമോസ് വഴി ഔട്ട്പുട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ഫസ്റ്റ് പിമോസ് ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് ഈ ഹൈ വോൾട്ടേജ് അല്ലെങ്കിൽ വി സി സിക്ക് ഔട്ട്പുട്ടിലേക്ക് എത്താൻ ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടുന്നു, ഔട്ട്പുട്ടില് ലോജിക് ഹൈ കിട്ടും. എന്ന് വെച്ചാൽ എ ഇൻപുട്ടിൽ 1ഉം ബി ഇൻപുട്ടിൽ 0ഉം കൊടുക്കുന്ന കണ്ടീഷനിൽ നമുക്ക് എന്താണ് കിട്ടുന്നത്, നാൻഡ് ഗേറ്റിൽ ഔട്ട്പുട്ട് 1 ആണ് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് കണ്ടീഷൻ നോക്കാം. അടുത്ത കണ്ടീഷൻ എ ഇൻപുട്ടിലും ബി ഇൻപുട്ടിലും ലോജിക് ഹൈ കൊടുക്കലാണ്. അപ്പൊ നമുക്കിവിടെ 1 ലോജിക് എയിലൊക്കെ ഞാൻ 1 കൊടുത്തു, ലോജിക് ബി ഇൻപുട്ടിലും ഞാൻ 1 കൊടുത്തു. അപ്പൊ എന്താണ് വരുന്നത്, എ ഇവിടെ 2 പിമോസ് ട്രാൻസിസ്റ്റർ ആണ് പുള്ളപ്പ് നെറ്റ്വർക്കിലുള്ളത്. 2 പിമോസ് ട്രാൻസിസ്റ്ററിന്റെയും ഗേറ്റിലേക്ക് ലോജിക് 1 വന്നു കഴിഞ്ഞാൽ ബോത്ത് റിമെയിൻസ് ഓഫ് അല്ലെ. എന്ന് വെച്ചാൽ ബി സി സിക്ക് എന്തായാലും ഔട്ട്പുട്ടിലേക്ക് എത്താൻ സാധിക്കില്ല. ബട്ട് പുൾ ഡൗൺ നെറ്റ്വർക്ക് നോക്കിയാൽ ദർ ആർ 2 NMOS ട്രാൻസിസ്റ്റേഴ്സ് ഹിയർ. രണ്ടിന്റെയും ഗേറ്റിലേക്ക് ഹൈ വോൾട്ടേജ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 NMOS ട്രാൻസിസ്റ്റേഴ്സും ഓൺ ആയിരിക്കും, വിൽ ആക്ട് ലൈക്ക് എ ക്ലോസ്ഡ് സ്വിച്ച്. അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് ഈ ഒരു ഗ്രൗണ്ട് പൊട്ടൻഷ്യൽ ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, എവിടെ കിട്ടുന്നുണ്ടാവുക, ഔട്ട്പുട്ടില് കിട്ടുന്നുണ്ടാവുക. എന്ന് വെച്ചാൽ എ ഇൻപുട്ടിലും ബി ഇൻപുട്ടിലും ലോജിക് 1 കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്ന എന്താണ്, 0 ആണ്. സോ ദിസ് ഇസ് ദ ബേസിക് ട്രൂത്ത് ടേബിൾ ഓഫ് നാൻഡ് ഗേറ്റ്. നാൻഡ് ഗേറ്റിന്റെ കണ്ടീഷൻ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു, സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞ നാൻഡ് ഗേറ്റിന്റെ വർക്കിംഗ് അതിന്റെ ട്രൂത്ത് ടേബിൾ ഒന്നുകൂടെ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഔട്ട്പുട്ടിൽ എയിലും ബിയിലും ഇൻപുട്സിൽ 0 0 കൊടുക്കുന്ന സമയത്ത് 2 പുൾ ഡൗൺ നെറ്റ്വർക്ക് താഴെയുള്ള 2 NMOS ട്രാൻസിസ്റ്റേഴ്സും ഓഫ് ആയിരുന്നു. 2 പുള്ളപ്പ് നെറ്റ്വർക്സിലുള്ള 2 പിമോസ് ട്രാൻസിസ്റ്റേഴ്സും ഓൺ ആയിരുന്നു. ഔട്ട്പുട്ട് നമുക്ക് 1 ആണ് കിട്ടിയിരുന്നത്. 0 1 കൊടുത്ത സമയത്ത് പുൾ ഡൗൺ നെറ്റ്വർക്ക് ഓഫും പുള്ളപ്പ് നെറ്റ്വർക്ക് ഓണുമായിരുന്നു. ഔട്ട്പുട്ടിൽ നമുക്ക് 1 ആണ് കിട്ടിയിരുന്നത്. എ ബിയില് 1 0 കൊടുത്ത സമയത്ത് പുൾ ഡൗൺ നെറ്റ്വർക്ക് ഓഫും പുള്ളപ്പ് നെറ്റ്വർക്ക് ഓണുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ടിൽ 1 ആണ് കിട്ടിയത്. നെക്സ്റ്റ് 1 1 വന്ന കേസിലും പുൾ ഡൗൺ നെറ്റ്വർക്ക് ഓൺ ആയിരുന്നു, പുള്ളപ്പ് നെറ്റ്വർക്ക് രണ്ടിൽ കൂടിയും അത് രണ്ടും ഓപ്പൺ സ്വിച്ച് പോലെയാണ് ആക്ട് ചെയ്യുന്നത്, രണ്ടും ഓഫ് ആയിരുന്നു. ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടിയിരുന്നത് 0 ആണ്. ദിസ് ഇസ് ദ ബേസിക് ട്രൂത്ത് ടേബിൾ ഓഫ് നാൻഡ് ഗേറ്റ്. നാൻഡ് ഗേറ്റിന്റെ ബേസിക് ഫംഗ്ഷൻ അറിയാലോ അല്ലെ. 2 ഇൻപുട്ട് ഉണ്ടെങ്കിൽ y ഈക്വൽ ടു എന്തായിരിക്കും വരിക, a ഡോട്ട് ബി ദ ഹോൾ ബാർ. ആൻഡ് എന്ന് പറയുമ്പോൾ a ഡോട്ട് ബി ആണ്, നാൻഡ് എന്ന് പറയുമ്പോൾ a ഡോട്ട് ബി ദ ഹോൾ ബാർ ആണ്. ശരിയല്ലേ, ചെക്ക് ചെയ്യാലോ. a ഡോട്ട് ബി 0 ഇൻറ്റു 0 എന്താ വരേണ്ടത്, 0 ആണ്. 0യുടെ ബാർ എടുത്താൽ 1 കിട്ടും. കറക്റ്റ് ആണ് അല്ലെ. 0 1 എന്ന് പറയുമ്പോൾ 0 ഇൻറ്റു 1 0 ആണ്, അതിന്റെ ബാർ എടുത്താൽ അഗെയിൻ 1. 1 ഇൻറ്റു 0 0 ആണ്, 0യുടെ ബാർ എടുത്താൽ ഇറ്റ്സ് അഗെയിൻ 1. 1 ഇൻറ്റു 1 1 ആണ്, ബാർ എടുത്താൽ 0. ദിസ് ഇസ് ദ ബേസിക് ഔട്ട്പുട്ട് ട്രൂത്ത് ടേബിൾ ഓഫ് ദ നാൻഡ് ഗേറ്റ്. ഇത് നമ്മൾ ഒരു സിമോസിന്റെ ഒരു ഡയഗ്രാം വെച്ചിട്ട്, സിമോസ് ട്രാൻസിസ്റ്റേഴ്സ് വെച്ചിട്ട്,
CMOSന്റെ എന്തിന്റെ കോമ്പിനേഷൻ ആണ്? NMOS ട്രാൻസിസ്റ്ററിന്റെയും PMOS ട്രാൻസിസ്റ്ററിന്റെയും ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു CMOS ടെക്നോളജി വെച്ചിട്ട് NMOSന്റെയും PMOSന്റെയും കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു CMOS കോമ്പിനേഷൻ വെച്ചിട്ട് നമ്മളൊരു NAND ഗേറ്റ് ബിൽഡ് ചെയ്തിരിക്കുന്നു. സോ ഈ ഒരു പാറ്റേണിലായിരിക്കും നമ്മുടെ CMOS NAND ഗേറ്റ് വർക്ക് ചെയ്യിപ്പിക്കേണ്ടത്, ഡിസൈൻ ചെയ്യേണ്ടത്. ഈ രീതിയിലാണ് നമ്മുടെ CMOS NAND ഗേറ്റിന്റെ കൺസ്ട്രക്ഷൻ. ഈ രീതിയിൽ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ CMOS ഒരു NAND ഗേറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അതിന്റെ ട്രൂത്ത് ടേബിളും ഇൻപുട്ടിൽ ഇന്നത് വരുമ്പോൾ ഔട്ട്പുട്ടിൽ ഇന്ന ഡാറ്റ വരുന്നു എന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ നേരത്തെ കണ്ടതാണ്. സോ ദിസ് വിൽ ബി ദ ബേസിക് ഓപ്പറേഷൻ ഓഫ് എ CMOS NAND ഗേറ്റ്. അടുത്ത് നമുക്ക് നോക്കേണ്ടത് CMOS ടെക്നോളജിയുടെ NOR ഗേറ്റ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ ആണ്. എങ്ങനെ അത് NOR ഗേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടി വരിക. നമുക്ക് ഈ പറഞ്ഞ പോലെ രണ്ട് പുൾ ഡൗൺ നെറ്റ്വർക്കും ഉണ്ടാവും, പുൾ അപ്പ് നെറ്റ്വർക്കും ഉണ്ടാവും. ഇതിന്റെ രണ്ടിനെയും കോമ്പിനേഷൻ ആണ് എന്ത് നമ്മുടെ CMOS എന്ന് പറയുന്നത് അല്ലെ. PMOS ട്രാൻസിസ്റ്ററിന്റെയും NMOSന്റെയും ഒരു കോമ്പിനേഷൻ ആണ് എന്ത് നമ്മുടെ CMOS എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ CMOS ടെക്നോളജി വെച്ചിട്ട് എങ്ങനെ ഒരു NOR ഗേറ്റ് ഡിസൈൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സോ CMOS NOR ഗേറ്റ് എന്ന് പറയുമ്പോൾ NOR ഗേറ്റ് എന്താണ്? OR എന്ന് പറയുമ്പോൾ അഡീഷൻ ആണ്. ഇൻപുട്ടിൽ A B എന്ന് പറഞ്ഞ രണ്ട് ഇൻപുട്ട് ഉണ്ടെങ്കിൽ OR ഗേറ്റ് എന്ത് ചെയ്യും? ആഡ് ചെയ്യും A plus B. NOR ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? A plus B the whole bar ആയിരിക്കും അല്ലെ. ഔട്ട്പുട്ട് Y ആണെങ്കിൽ Y will be equal to A plus B the whole bar. പിന്നെ ട്രൂത്ത് ടേബിൾ എന്തായിരിക്കും? 0 0 ആണെങ്കിൽ 0 plus 0 0 ആണ്. അതിനെ ബാർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 കിട്ടും. 0 plus 1 എന്താണ് വരുന്നത്? 1 ആണ്. ബാർ ചെയ്യുമ്പോൾ 0. 1 plus 0 1 ആണ്. ബാർ ചെയ്യുമ്പോൾ 0 കിട്ടും. 1 plus 1 1 ആണ്. ബാർ ചെയ്യുമ്പോൾ again we will get 0 അല്ലെ. ഈ ഒരു രീതിയിലാണ് ഞാൻ CMOSന്റെ NOR ഗേറ്റിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പുള്ളപ്പ് നെറ്റ്വർക്കിൽ പുള്ളപ്പ് നെറ്റ്വർക്ക് ഉണ്ട്, പുൾ ഡൗൺ നെറ്റ്വർക്ക് ഉണ്ട്. പുള്ളപ്പ് നെറ്റ്വർക്കിൽ PMOS ട്രാൻസിസ്റ്റേഴ്സ് ആണ്, പുൾ ഡൗൺ നെറ്റ്വർക്കിൽ യൂസ് ചെയ്തിരിക്കുന്നത് NMOS ട്രാൻസിസ്റ്റേഴ്സ് ആണ്. ഈ ഒരു PMOSന്റെയും NMOSന്റെയും കോമ്പിനേഷൻ ഈ ഒരു രീതിയിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കോമ്പിനേഷൻ നമ്മുടെ ഒരു NOR ഗേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. നമുക്കറിയാം PMOSന്റെയും NMOSന്റെയും കോമ്പിനേഷൻ ആണ്. സോ ഓഫ് ദിസ് ഇസ് എ CMOS ടെക്നോളജി അല്ലെ. സോ ദിസ് ഇസ് എ CMOS NOR ഗേറ്റ് അറേഞ്ച്മെന്റ്. നമുക്ക് NOR ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ ഈ ഒരു കണക്ട് സെറ്റപ്പ് അല്ലെങ്കിൽ ഒരു ഡിസൈൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. NOR ഗേറ്റ് ആയി വർക്ക് ചെയ്യുമെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ രണ്ട് ഇൻപുട്സ് ഉണ്ട്. A ഇൻപുട്ടും B ഇൻപുട്ടും ഉണ്ട്. എയിലേക്ക് 0, ബിയിലേക്ക് 0 കൊടുത്തു നോക്കാം. A ഇൻപുട്ടിലേക്ക് ഞാൻ 0 കൊടുത്തു, B ഇൻപുട്ടിലേക്കും 0 കൊടുത്തു. നമുക്കറിയാം മുകളിലുള്ള പുള്ളപ്പ് നെറ്റ്വർക്ക് PMOS ആണ്. PMOSന്റെ ബേസിലേക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ ദിസ് വിൽ ആക്ട് ആസ് അല്ലെ ക്ലോസ്ഡ് സർക്യൂട്ട്, അല്ലെങ്കിൽ ഇത് രണ്ടും ഓൺ ആയിരിക്കും. അടുത്ത കോമ്പിനേഷൻ നോക്കാം. അടുത്ത കോമ്പിനേഷൻ 0 1 ആണ്. അപ്പൊ നമുക്ക് A ഇൻപുട്ടില് 0 കൊടുക്കുക, B ഇൻപുട്ടില് 1 കൊടുക്കുക. അപ്പൊ A ഇൻപുട്ടില് 0 മുകളിലത്തെ രണ്ട് PMOS ആണ് അല്ലെ. PMOSലെ ബേസിൽ 0 വന്നു കഴിഞ്ഞാൽ ഇവിടെ വെച്ച് അത് നോട്ട് ചെയ്യപ്പെടും. സോ ബേസിലേക്ക് വരുന്നത് ഇവിടെ എന്തായിരിക്കും? 1 ആയിരിക്കും. സോ ദിസ് വിൽ ബി ഇൻ ഓൺ സ്റ്റേറ്റ്. ഈ 1 വന്നു കഴിഞ്ഞു കഴിഞ്ഞാലോ ഇവിടെ ബേസിൽ 1 0 ആണ്. ദിസ് വിൽ ബി ഇൻ ഓഫ് സ്റ്റേറ്റ്. രണ്ടാമത്തെ PMOS ട്രാൻസിസ്റ്റർ ഓഫ് ആണ്. ഉറപ്പായിട്ടും ഇത് ക്ലോസ് ഇവിടെ കണ്ടക്ട് ചെയ്യുമെങ്കിലും ഇവിടെ അതിനെ ഈ ഒരു ഹൈ വോൾട്ടേജിന് പോകാൻ പാത്തില്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ ഹൈ വോൾട്ടേജിന് ഔട്ട്പുട്ടിലേക്ക് വരാൻ പാത്തില്ല. താഴെ പുൾ ഡൗൺ നെറ്റ്വർക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് NMOS ട്രാൻസിസ്റ്ററിന്റെ ഗേറ്റിലേക്ക് 0 ആണ്. ഇറ്റ് വിൽ റിമെയിൻ ഓഫ്. ബട്ട് ദി സെക്കൻഡ് NMOS ട്രാൻസിസ്റ്ററിന്റെ ഗേറ്റിലേക്ക് 1 ആണ്. ദിസ് വിൽ റിമെയിൻ ഓൺ. എന്ന് വെച്ചാൽ ദിസ് ട്രാൻസിസ്റ്റർ വിൽ കണ്ടക്ട്. ഓഫ് കോഴ്സ് വി വിൽ ഗെറ്റ് ദിസ് 0 പൊട്ടൻഷ്യൽ at the output അല്ലെ. ഇത് കണ്ടക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഗ്രൗണ്ട് പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടാവുക, ഔട്ട്പുട്ടിൽ കിട്ടുന്നുണ്ടാവുക. സോ നമ്മൾ ചെയ്തെന്തായിരുന്നു? ഇൻപുട്ട് എയില് 0യും ബിയില് 1ഉം കൊടുത്തു. നമുക്ക് ഔട്ട്പുട്ടിൽ എന്താണ് കിട്ടിയത്? 0 ആണ് കിട്ടിയത്. നമുക്ക് അടുത്ത കണ്ടീഷൻ നോക്കാം. അടുത്ത കണ്ടീഷൻ എന്താണ്? A ഇൻപുട്ടില് 1ഉം B ഇൻപുട്ടില് 0യും കൊടുക്കണം അല്ലെ. അപ്പൊ A ഇൻപുട്ടിൽ നമുക്ക് A ഉള്ളിടത്തൊക്കെ 1 കൊടുക്കാം, B ഉള്ളിടത്തൊക്കെ നമുക്ക് 0 കൊടുക്കാം. വാട്ട് വിൽ ഹാപ്പൻ? ഇവിടെ 1 വന്നു, ബേസിലേക്ക് 0 പോയി. ദിസ് വിൽ റിമെയിൻ ഓഫ് അല്ലെ. ഇതിന്റെ ബേസിലേക്ക് 0 വന്നു, ഇവിടേക്ക് 1 വന്നു. സോ ദിസ് വിൽ റിമെയിൻ ഓൺ. ബട്ട് സ്റ്റിൽ ഫസ്റ്റ് PMOS ട്രാൻസിസ്റ്റർ ഓഫ് ആയതുകൊണ്ട് തന്നെ ഹയർ വോൾട്ടേജിന് ഇങ്ങോട്ട് വരാൻ ഒരു പോസിബിൾ പാത്തില്ല. താഴെ പുൾ ഡൗൺ നെറ്റ്വർക്കില് ഒരു ഫസ്റ്റ് NMOS ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് ഗേറ്റിലേക്ക് ലോജിക് 1 ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്? ദിസ് വിൽ റിമെയിൻ ഓൺ. സോ ദ ഫസ്റ്റ് NMOS ട്രാൻസിസ്റ്റർ വിൽ കണ്ടക്ട്. ബട്ട് സെക്കൻഡ് NMOS ട്രാൻസിസ്റ്ററിന്റെ ഗേറ്റിലേക്ക് 0 ആയതുകൊണ്ട് ദിസ് വിൽ റിമെയിൻ ഓഫ്.
ബട്ട് ഇത് ഇങ്ങനെ പാരലൽ കണക്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രൗണ്ട് പൊട്ടൻഷ്യൽ നമുക്ക് എവിടേക്ക് ട്രാവൽ ചെയ്ത് എത്താൻ ഒരു പാത്ത് ഉണ്ട്, ഔട്ട്പുട്ടിലേക്ക് എത്തും. സോ വാട്ട് വിൽ ബി ഗെറ്റിംഗ് വിത്ത് ഔട്ട്പുട്ട് 0 ആയിരിക്കും. എന്ന് വെച്ചാൽ ഇൻപുട്ടിൽ 1ഉം എയിൽ 1ഉം ബിയിൽ 0ഉം കൊടുത്തപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടിയത് എന്താണ്? 0 ആണ്. ഇനി നമുക്ക് നോക്കേണ്ടത് അടുത്ത കണ്ടീഷനാണ്. അടുത്ത കണ്ടീഷനിൽ എന്താ ചെയ്യേണ്ടത്? ഇൻപുട്ട് എയിലും ഇൻപുട്ട് ബിയിലും നമുക്ക് 1 1 കൊടുക്കണം. നമുക്ക് നോക്കി നോക്കാം. എയിൽ 1 കൊടുത്തു, ബിയിലും ഞാൻ 1 കൊടുത്തു. നമുക്കറിയാം പുൾ അപ്പ് നെറ്റ്വർക്ക് നോക്കാം. മുകളിൽ 2 PMOS ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. PMOSന്റെ ഗേറ്റിൽ 1 വന്നാൽ രണ്ടും റിമെയിൻ ഓഫ് ആണ് അല്ലെ. NMOSന്റെ കേസിൽ എന്താണ്? രണ്ടിന്റെയും ഗേറ്റിൽ 1 വന്നാൽ ദേ റിമെയിൻ ഓൺ, ദിസ് റിമെയിൻ ഓൺ അല്ലെ. രണ്ടും കണ്ടക്ട് ചെയ്യും. സോ ഈ ഗ്രൗണ്ട് പൊട്ടൻഷ്യലിന് ഏത് വഴി കൂടി ആയാലും ഇങ്ങോട്ട് ഔട്ട്പുട്ടിലേക്ക് എത്താനൊരു പാത്ത് ഉണ്ടായിരിക്കും. ഫൈനലി വി വിൽ ബി ഗെറ്റിംഗ് ദാറ്റ് ഗ്രൗണ്ട് വോൾട്ടേജ് അല്ലെങ്കിൽ ലോ വോൾട്ടേജ് എത്ത ഔട്ട്പുട്ട്. എന്ന് വെച്ചാൽ ഇൻപുട്ട് എയിലും ഇൻപുട്ട് ബിയിലും 1 കൊടുത്തപ്പോൾ നമുക്ക് ഫൈനലി കിട്ടുന്നത് എന്താണ്? 0 ആണ്. സോ ഈ ഒരു കണക്ഷനിൽ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഈ ഒരു പാറ്റേണിൽ നമ്മൾ PMOSനെയും NMOSനെയും കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ആക്ട് ആസ് എ NOR ഗേറ്റ്. സോ ദിസ് ഈസ് ദ സർക്യൂട്ട് ഫോർ CMOS NOR ഗേറ്റ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ ബേസിക് സർക്യൂട്ട് അതിന്റെ നമ്മൾ നേരത്തെ കണ്ട ട്രൂത്ത് ടേബിൾ തന്നെ ചെയ്യുന്നുണ്ട്. CMOS NOR ഗേറ്റ് നമ്മുടെ നോർമൽ NOR ഗേറ്റ് ട്രൂത്ത് ടേബിളിനെ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ദിസ് ഇസ് ദ ഡയഗ്രാം ഫോർ CMOS NOR ഗേറ്റ്.